കൊളസ്ട്രോൾ എന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒരു കൊഴുപ്പ് സ്വഭാവമുള്ള ഒരു പദാർത്ഥമാണ്. മെയിൻലി 80% നമ്മുടെ ബോഡിയിൽ തന്നെ ലിവറാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബാക്കിയാണ് നമ്മുടെ ഡയറ്റിൽ നിന്ന് നമ്മുടെ ബോഡിക്ക് കിട്ടുന്നത്. നമ്മുടെ ബോഡിയിൽ സെൽ മെംബ്രെയിൻസിനെ നിർമ്മിക്കാനും അതുപോലെ തന്നെ വൈറ്റമിൻ ഡി ഹോർമോൺസിനെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാനും ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് ആയ വൈറ്റമിൻ എ, ഡി, ഇ, കെയുടെയൊക്കെ അബ്സോർപ്ഷന് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബ്ലഡിൽ പല തരം കൊളസ്ട്രോളുകളുണ്ട്. നമ്മളിപ്പോൾ ലിപ്പിഡ് പാനൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് പല ടൈപ്പിൽ കാണാം. LDL, HDL, ട്രൈഗ്ലിസറൈഡ്, ടോട്ടൽ കൊളസ്ട്രോൾ, അങ്ങനെ പല കാറ്റഗറി ആയിട്ട് കാണാൻ സാധിക്കും. അതിൽ മെയിൻലി HDL ആൻഡ് LDL എന്ന് പറയുന്നത് നല്ല കൊളസ്ട്രോൾ, ചീത്ത കൊളസ്ട്രോൾ. ഇപ്പം എല്ലാവർക്കും അത് ഫെമിലിയർ ആയിരിക്കും ഈ ടേമൊക്കെ. അതിൽ HDL എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡ് വെസൽസിൽ അടിഞ്ഞുകൂടുന്ന അധിക കൊളസ്ട്രോളിനെ അത് തിരികെ ലിവറിലേക്ക് കൊണ്ടുപോയി ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാൻ സഹായിക്കുന്നു. അതുകൊണ്ടാണ് ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീനായ HDL നമ്മൾ നല്ല കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. അതേസമയം LDL അധികമായി ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ രക്തക്കുഴലുകളിൽ അടിഞ്ഞുകൂടി പ്ലേക്ക് പോലെ ഫോം ചെയ്യുകയും അതിലൂടെയുള്ള രക്തപ്രവാഹത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ഹൃദ്രോഗ സാധ്യത വർദ്ധിക്കുന്നു. അതുകൊണ്ടാണ് LDLനെ ചീത്ത കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. ഭക്ഷണശൈലി എന്ന് പറയുന്നതിലും നല്ലത് കേരളത്തിലെ ജീവിതശൈലി എന്ന് പറയുന്നതാവും. കൂടുതൽ ഇപ്പം വ്യായാമമില്ലായ്മ, ഫാസ്റ്റ് ഫുഡിൻ്റെയൊക്കെ അമിത ഉപയോഗം, ഇതെല്ലാം കൊളസ്ട്രോളിനെ കൂട്ടുന്നതിലൊരു ഫാക്ടറാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ അമിതമായി കഴിക്കുന്ന കാലറീസ്, നമുക്കൊരാൾക്ക് ഒരു ഡേയിൽ വേണ്ടതിലും അധികം എനർജി നമ്മൾ കൺസ്യൂം ചെയ്ത് കഴിയുമ്പം അത് നമ്മുടെ ബോഡി തന്നെ കൺവേർട്ട് ചെയ്തിട്ട് അതിനെ ഫാറ്റായിട്ട് ഓരോ ഭാഗങ്ങളിലായി കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെക്കും. അതിപ്പോൾ സ്കിന്നിന് താഴെ വരുമ്പം അമിതവണ്ണം, അല്ലെങ്കിൽ ഇപ്പോൾ ലിവറിലേക്ക് വരുമ്പോൾ അത് ഫാറ്റി ലിവർ പോലെയുള്ള കണ്ടീഷൻ, ബ്ലഡിലാകുമ്പോൾ ഹൈ കൊളസ്ട്രോൾ ലെവൽസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ അധികമായി കൺസ്യൂം ചെയ്യുന്ന കാലറീസിനെ നമ്മളത് യൂട്ടിലൈസ് ചെയ്യുന്നില്ല, ഉപയോഗിക്കുന്നില്ല എന്ന് പറയുമ്പം വ്യായാമമില്ലായ്മ. ഇപ്പം നമ്മൾ ഡെയിലി ചെയ്യുന്ന ചെറിയ ഫിസിക്കൽ ആക്ടിവിറ്റീസിന് പോലും നമുക്ക് അത്ര എനർജി ആവശ്യമായി വരുന്നില്ല. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ അത് അമിത കൊളസ്ട്രോൾ ആയിട്ട് കാണാൻ സാധിക്കും. മെയിനായിട്ട് 3 കാര്യങ്ങളാണ് നമ്മൾ ഫുഡിൽ ശ്രദ്ധിക്കേണ്ടത്. അധികമായി വരുന്ന കാലറീസ്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ അമിതമായി വരുന്ന കാലറീസ് വരുന്ന, എനർജി വരുന്ന ഫുഡിനെ നമ്മളൊന്ന് നിയന്ത്രിക്കുക എന്ന് പറയുമ്പോൾ കാർബോഹൈഡ്രേറ്റ്സ്, അതായത് ധാന്യങ്ങൾ, മധുരമുള്ള പലഹാരങ്ങൾ, ബേക്കറി ഐറ്റംസ്, റിഫൈൻഡ് ആയിട്ടുള്ള മൈദ പോലെയുള്ള ഐറ്റംസ്, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നിയന്ത്രിക്കുക. രണ്ടാമത് വരുമ്പോൾ നമ്മുടെ ഫുഡിൽ വരുന്ന നാരിൻ്റെ, ഫൈബറിൻ്റെ ഉപയോഗം കൂട്ടുക, അളവിനെ ഒന്ന് ശ്രദ്ധിക്കുക. അതായത് ഇപ്പം പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, അതിലാണ് അമിതമായി നാര് വരുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ആഹാരത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. മൂന്നാമതായിട്ടാണ് നമ്മൾ കഴിക്കുന്ന കൊഴുപ്പിൻ്റെ അളവ് എന്ന് പറയുമ്പോൾ നല്ല കൊളസ്ട്രോൾ വരുന്ന ഫുഡുകൾ കൂടുതൽ ഉൾപ്പെടുത്തുക എന്ന് പറയുമ്പം അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്, അതിൽ പോളി അൺസാച്ചുറേറ്റഡ് അല്ലെങ്കിൽ മോണോ അൺസാച്ചുറേറ്റഡ്, അങ്ങനത്തെ ടൈപ്പ് വരുന്ന ഫുഡുകൾ, മുട്ട, നട്ട്സ് ആൻഡ് സീഡ്സ്, വെജിറ്റബിൾസ്, ഇതിൻ്റെയൊക്കെ ഉപയോഗം നല്ല രീതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ചീത്ത കൊളസ്ട്രോൾ എന്ന് പറയുമ്പോൾ സാച്ചുറേറ്റഡ് ഫാറ്റ്, ട്രാൻസ് ഫാറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ലിമിറ്റ് ചെയ്യുക. ഇത് കൂടുതലായിട്ടും വരുന്നത് നമ്മുടെ വെണ്ണ, നെയ്യ്, ആനിമൽ ഫാറ്റ്സ്, റെഡ് മീറ്റ്സ്, ബീഫ്, പോർക്ക്, ഫാസ്റ്റ് ഫുഡ്സ്, ഡീപ്പായിട്ട് ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസിലൊക്കെയാണ്. അപ്പോൾ അതിനെ മാക്സിമം നിയന്ത്രിച്ചുകൊണ്ടുള്ള ഭക്ഷണശൈലിയായിരിക്കും നല്ലത്. മിക്കവർക്കും ലക്ഷണങ്ങളൊന്നും ഉണ്ടാകാറില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കൊളസ്ട്രോളിനെ ഒരു സൈലന്റ് റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത്. മിക്കപ്പോഴും നമ്മളൊരു ലിപ്പിഡ് പാനൽ ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും അധികം ആരും ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ബ്ലഡിൽ കൊളസ്ട്രോൾ ലെവൽ വേരിയേഷൻ ഉണ്ടെന്നുള്ളത്. പിന്നെ അധിക നാളായിട്ടും നമ്മൾ അറിയാതെ ഐഡൻറ്റിഫൈ ചെയ്യാതെ പോകുമ്പോഴാണ് നമുക്ക് കൂടുതലും അത് മെഡിക്കൽ കണ്ടീഷൻസിലേക്ക് പോകുന്നത്. ഇപ്പം ഹാർട്ട് അറ്റാക്ക്, ബ്ലോക്ക്, സ്ട്രോക്ക് പോലെയുള്ള കണ്ടീഷൻസിലേക്ക് ലീഡ് ചെയ്യുന്നത്. ഇപ്പോൾ കൂടുതലായിട്ടും ചെറുപ്പക്കാരിലും കണ്ടുവരുന്നുണ്ട്. മെയിൻലി റീസൺ പറയാനാണെങ്കിൽ കൂടുതലും ഫാസ്റ്റ് ഫുഡ്സിൻ്റെ ഉപയോഗം, വ്യായാമമില്ലായ്മ, സ്ക്രീൻ ടൈം വർദ്ധിച്ചു, ഇങ്ങനത്തെ റീസൺ കൊണ്ട് അമിതവണ്ണം, ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള റീസൺസ് എന്ന് പറയുന്നത്. പിന്നെ അങ്ങനെ പ്രായമായവർക്ക് മാത്രം വരുന്ന ഒരു കണ്ടീഷനായിട്ട് നമുക്ക് ഇതിനെ കാറ്റഗറി ചെയ്യാൻ പറ്റില്ല. അമിതവണ്ണമുള്ളവർക്ക് മാത്രം ഉള്ളതായിട്ട് പറയാൻ പറ്റില്ല. ഈവൻ അമിതവണ്ണമുള്ളവരിലാണെങ്കിലും മെലിഞ്ഞിരിക്കുന്നവരിലാണെങ്കിലും പ്രായമുള്ളവരിലാണെങ്കിലും ചെറുപ്പക്കാരിലാണെങ്കിലും ഒക്കെ ഇപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ കൊളസ്ട്രോൾ ലെവൽസ് കൂടി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിതൊരു ജീവിതശൈലി രോഗത്തിൻ്റെ അണ്ടറിലാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്.
ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ 4-6 വർഷത്തിലൊരിക്കൽ ടെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി മെഡിക്കൽ കണ്ടീഷൻസ് എന്തെങ്കിലും ഉള്ളവരാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഓൾറെഡി ഉള്ളതാണ്, അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇടയ്ക്ക് ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഭക്ഷണം നിയന്ത്രിക്കുക എന്നുള്ളത് മാത്രമല്ല, ഭക്ഷണം നിയന്ത്രിക്കുന്നതും എക്സസൈസ്, എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്നതും, ദുശീലങ്ങളെ മെയിൻലി സ്മോക്കിങ്, ആൽക്കഹോൾ, ഇങ്ങനത്തെ കാര്യങ്ങളെ കൺട്രോൾ ചെയ്യുന്നതും, പിന്നെ വെയിറ്റ് ബാലൻസ്, ഓവർ വെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു നോർമൽ ഐഡിയൽ ബോഡി വെയിറ്റിലേക്ക് വരുന്നതൊക്കെ, ഇതെല്ലാ ഫാക്ടേഴ്സും കൂടി ഒരുമിച്ച് നമ്മൾ കൊണ്ടുവന്നാൽ മിക്കവർക്കും കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഫുഡിലൂടെ മാത്രം എന്നുള്ള കൺസെപ്റ്റിനെക്കാളും എല്ലാ ഫാക്ടേഴ്സും ഒന്ന് നോർമലൈസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ചിലർക്ക് നമുക്ക് മെഡിസിൻ്റെ ആവശ്യം വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ LDL ഒത്തിരി നാളായിട്ട് കൂടി നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഡിസീസ് കണ്ടീഷൻസ് ഉള്ളവരാണെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മെഡിസിൻസ് എടുക്കുന്നത് അത്യാവശ്യമാണ്. ഇതിലെല്ലാം മെയിൻലി വരുന്നത് സാച്ചുറേറ്റഡ് ഫാറ്റ് ആണ്. ഉപയോഗിക്കേണ്ട എന്നല്ല, മിതമായി ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. മൊത്തത്തിൽ നമ്മുടെ ഒരു ഡേയിലെ ഫുഡ് നോക്കിയാൽ മതി. അതായത് സമീകൃത ആഹാരമാണോ, കൂടുതൽ നാരുകൾ, ധാന്യങ്ങൾ, പഴങ്ങൾ, പയറുപരിപ്പ് വർഗ്ഗങ്ങൾ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആഹാരമാണെന്നുണ്ടെങ്കിൽ നമുക്ക് മിതമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. വ്യായാമം എന്നുള്ളത് കൊളസ്ട്രോളിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. കാരണം നമ്മുടെ എക്സസൈസ് കൂടുമ്പോൾ നമ്മുടെ ശരീരഭാരം നിയന്ത്രിക്കാനും LDL, ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാനും ഒക്കെ എക്സസൈസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആഴ്ചയിൽ കുറഞ്ഞതൊരു 150 മിനിറ്റ് അല്ലെങ്കിൽ വീക്കിലി ഒരു 5 ദിവസം മിനിമം 30 മിനിറ്റ് വെച്ച് എന്തെങ്കിലും എക്സസൈസ്, ലൈക്ക് സൈക്ലിങ്ങോ നീന്തലോ അല്ലെങ്കിൽ ബ്രിസ്ക് വാക്കിംഗ് പോലത്തുള്ള എക്സസൈസുകളൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. LDL അധികമായി നമ്മുടെ ബ്ലഡിൽ വന്നു കഴിയുമ്പോൾ അത് നമ്മുടെ രക്തക്കുഴലുകളിലെ ഭിത്തികളിൽ അടിഞ്ഞുകൂടി പ്ലേക്ക് പോലെ ഫോം ചെയ്യും. ഈ പ്ലേക്ക് അവിടെ ഒരു കട്ട പോലെ രൂപപ്പെടും. എന്നിട്ട് അതിലൂടെയുള്ള നമ്മുടെ രക്തപ്രവാഹത്തെ തടസ്സപ്പെടുത്തും. അപ്പോഴാണ് നമുക്ക് ഹൃദ്രോഗപരമായ അസുഖങ്ങൾ അല്ലെങ്കിൽ സ്ട്രോക്കിലേക്കൊക്കെ അത് ലീഡ് ചെയ്യുന്നത്. റിസ്ക് ഫാക്ടേഴ്സിൽ മെയിൻലി നമുക്ക് കുറച്ച് പോയിന്റ്സ് ആയിട്ട് പറയാൻ പറ്റും. ഡയറ്റ്, ഫിസിക്കൽ ആക്ടിവിറ്റി, ജെനറ്റിക്സ്, അല്ലെങ്കിൽ നമ്മുടെ ഹാബിറ്റ്സ്, ദുശീലങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏജ് ഒരു റിസ്ക് ഫാക്ടറാണ്. ചില മെഡിസിൻസിൻ്റെ യൂസേജ് കൊണ്ട് നമുക്ക് കൊളസ്ട്രോൾ വേരിയേഷൻസ് വരാം. അതുപോലെ തന്നെ മെഡിക്കൽ കണ്ടീഷൻസ്, അപ്പോൾ ഡയബറ്റിസ് അങ്ങനത്തെ കണ്ടീഷൻസ് ഉള്ളവർക്കും ഇത് ഒരു ഫാക്ടറാണ്, കൊളസ്ട്രോളിലേക്ക് ലീഡ് ചെയ്യാവുന്ന ഒരു ഫാക്ടറാണ്. ഡയറ്റിലേക്ക് വരുമ്പോൾ ഇപ്പം അമിതമായിട്ടുള്ള ഫാസ്റ്റ് ഫുഡ്സിൻ്റെ യൂസേജ്, അല്ലെങ്കിൽ ബേക്കറി ഐറ്റംസ്, ഡീപ്പ് ഫ്രൈഡ് ഫുഡ്സ്, പിന്നെ സാച്ചുറേറ്റഡ് ഫാറ്റ്, ട്രാൻസ് ഫാറ്റ് വരുന്ന നമ്മുടെ ആനിമൽ മീറ്റ്സ്, ഇതിൻ്റെയൊക്കെ യൂസേജിലൂടെ നമ്മുടെ ഡയറ്റ് ഒരു ഫാക്ടറായി മാറുന്നുണ്ട്. രണ്ടാമതായിട്ട് അമിതവണ്ണം അല്ലെങ്കിൽ പൊണ്ണത്തടി, പ്രത്യേകിച്ച് നമ്മുടെ വയറിന് ചുറ്റുമുള്ള കൊഴുപ്പ് HDLനെയും അതുപോലെ തന്നെ ട്രൈഗ്ലിസറൈഡിനെയൊക്കെ കൂട്ടാനാണ് സഹായിക്കുന്നത്. പിന്നീട് വരുന്നത് എക്സസൈസ് അല്ലെങ്കിൽ ദുശീലങ്ങൾ, പുകവലി, മദ്യപാനം അങ്ങനെയുള്ളവ. അപ്പോൾ എക്സസൈസ് അല്ലെങ്കിൽ പുകവലി എന്നുള്ളതൊക്കെ HDL, അതായത് നമ്മുടെ നല്ല കൊളസ്ട്രോളിനെ കുറയ്ക്കുകയാണ് ചെയ്തത്. മദ്യപാനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അനാവശ്യമായിട്ട് ട്രൈഗ്ലിസറൈഡ് നമ്മൾ പറയും, അതിൻ്റെ അളവ് അനാവശ്യമായിട്ട് കൂടുകയാണ് ചെയ്യുന്നത് ബ്ലഡിൽ. അടുത്തതായി വരുന്നത് ജെനറ്റിക്സ് അല്ലെങ്കിൽ ജനിതകപരമായ കാരണങ്ങളല്ല. അതായത് ഇപ്പം നമ്മുടെ ഫാമിലിയിൽ തന്നെ നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ ഹൃദ്രോഗപരമായ അസുഖങ്ങളുണ്ട്, അല്ലെങ്കിൽ അവർക്കൊരു ഹിസ്റ്ററി ഓഫ് കൊളസ്ട്രോൾ കൂടിയൊരു ഹിസ്റ്ററി ഉണ്ട്, അങ്ങനത്തെ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അത് നമുക്ക് ഒരു റിസ്ക് ഫാക്ടറാണ്. പിന്നീട് മെഡിക്കലി എന്തെങ്കിലും കണ്ടീഷൻസ്, നമ്മൾ പറയുന്ന പോലെ ഡയബറ്റിസ് അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ, അല്ലെങ്കിൽ വൃക്കയ്ക്ക് എന്തെങ്കിലും തകരാറ്, അല്ലെങ്കിൽ വൃക്കയുടെ പരമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങൾ, ഇങ്ങനെയുള്ള കണ്ടീഷൻസിലും നമുക്ക് കൊളസ്ട്രോളിന് വേരിയേഷൻ കാണാറുണ്ട്. കൊളസ്ട്രോൾ ഉള്ള ഭക്ഷണങ്ങളെ മാത്രം നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. പകരം സമീകൃതമായ ഒരു ആഹാര ശൈലി, അതായത് കൂടുതൽ പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ, പയറുപരിപ്പ് വർഗ്ഗങ്ങൾ കൂടുതലും ആഹാരത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് എക്സസൈസും, അതായത് ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്ത് നമ്മുടെ ഭാരത്തെ ഒന്ന് നിയന്ത്രിക്കുക, നല്ല ഐഡിയൽ ആയിട്ടുള്ള ഒരു ബോഡി വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, കൂട്ടത്തിൽ ദുശീലങ്ങൾ ഉണ്ടെങ്കിൽ അവയെ കൂടി ഒന്ന് നിയന്ത്രിക്കുക. ഇതെല്ലാം കൂടി ചേരുമ്പോൾ നമുക്ക് കൊളസ്ട്രോളിനെ മാനേജ് ചെയ്യാൻ നല്ലതാണ്. കൂട്ടത്തിൽ സ്ക്രീനിങ് റെഗുലറായിട്ടെന്ന് പറയുന്നില്ല, എങ്കിലും ഒരു 40 വയസ്സിന് മുകളിലുള്ളവർ ഇയർലി ഒരു പ്രാവശ്യമെങ്കിലും ടെസ്റ്റ് ചെയ്യുന്നത് വഴി നമുക്കിത് കണ്ടുപിടിക്കാനും അതിനെ കറക്റ്റായിട്ട് നിയന്ത്രിക്കാനും സാധിക്കും.